മണിയൻ സ്പീക്കിംഗ് 124 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. 125-ാം എപ്പിസോഡിനുള്ള തയ്യാറെടുപ്പാടെന്നുള്ള ഒരു കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർച്ചയായി മണിയൻ സ്പീക്കിംഗ് വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ആകർഷിച്ച പ്രധാന ഘടകം മണിയൻ സ്പീക്കിങ്ങിലെ പാത്രസൃഷ്ടിയാണ്. ഒരു മോണോലോഗ് രൂപത്തിലുള്ള മണിയൻ്റെ സംഭാഷണം മറുതലയ്ക്ക് കേൾക്കുന്ന അണ്ണൻ എന്ന കഥാപാത്രം പല പ്രത്യേകതയുള്ളൊരു കഥാപാത്ര സൃഷ്ടി കൂടിയാണ്. അണ്ണനെ മണികണ്ഠൻ വരച്ചു തീർത്ത ഒരു വാങ്മയ ചിത്രമുണ്ട്. ആ വാങ്മയ ചിത്രം നമ്മുടെ ഓരോ നാട്ടുമ്പുറത്തുകാരൻ്റെ മനസ്സിലും പതിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഓരോ വ്യക്തിയും ഒരു പക്ഷേ ആ വ്യക്തിയുടെ സങ്കല്പത്തിലുള്ള അണ്ണൻ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആ വ്യക്തിയിൽ പലതരം സ്വഭാവ സവിശേഷതകൾ, ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ നിഷ്കളങ്കത, ഒപ്പം തന്നെ ചില ദൗർബല്യങ്ങൾ, ചില പ്രത്യേക വിഷയങ്ങളിലുള്ള അതിയായ കൗതുകം, ഇതൊക്കെ ഒത്തിണങ്ങിക്കൊണ്ടുള്ളതാണ് ഈ പാത്രസൃഷ്ടി എന്ന് പറയുന്നത്. പലപ്പോഴും മണിയൻ സ്പീക്കിങ്ങിൽ മണിയൻ ഒരു ഭാഗത്ത് നിന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് അണ്ണൻ ചോദിക്കുന്ന ചില സംശയങ്ങളും അണ്ണൻ ആ കാണുന്ന ചില തലങ്ങളും അതെല്ലാം വളരെ കൗതുകകരമായ ചില കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മുടെ മലയാള സാഹിത്യകൃതികളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തകഴിയുടെയും ബഷീറും നമ്മുടെ എസ്.കെ. പൊറ്റക്കാടും നമ്മുടെ പി. പത്മരാജൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളത്തിലെ പ്രമുഖരായ കഥാകൃത്തുകൾ അല്ലെങ്കിൽ നോവലിസ്റ്റുകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കാം. നിത്യജീവിത അനുഭവങ്ങളെ തന്നെയാണ് പലപ്പോഴും പാത്രസൃഷ്ടിക്കായിട്ട് ഈ സാഹിത്യകാരന്മാർ ഉപയോഗിച്ചിട്ടുള്ളതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞതുപോലെ പത്മരാജനും മറ്റുമൊക്കെ അവതരിപ്പിച്ച കവല പോലുള്ള കഥാപാത്രങ്ങൾ, ബഷീറും പാത്തുമ്മ, അല്ലെങ്കിൽ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ, ഇതുപോലെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത കൂട്ടത്തിൽ മണിയൻ്റെ അണ്ണൻ കഥാപാത്രവും അത്തരത്തിലൊരു സൃഷ്ടിയായിട്ട് നമുക്ക് കണക്കാക്കാം. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ അവരുടെ മാധ്യമം എഴുത്തായിരുന്നു അവരുടെ മാധ്യമം. ആ മാധ്യമത്തിലൂടെ അവർ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും അത് വായനക്കാരിലേക്ക് പതിപ്പിക്കുകയും ചെയ്തു. മണിയൻ സ്വന്തം നാവിൻ്റെ തുരിയേക്കാൾ ശക്തിയുള്ള നാവുകൊണ്ട് ഇത്തരം കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും വളരെ കൗതുകകരമായി തന്നെ അനുവാചകരിൽ എത്തിക്കുന്നു എന്ന് പറയുന്നത് മണിയൻ ചെയ്യുന്ന ഒരു സർഗസൃഷ്ടിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. പത്രത്തിൽ ഈ 125-ാം എപ്പിസോഡിലേക്ക് കിടക്കുന്ന മണിയൻ സ്പീക്കിങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം.